Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി അങ്കമാലി പീച്ചാനിക്കാട് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കിഴക്കേ പുത്തൻപള്ളിയുടെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷം. ജൂൺ 29-ന് ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അങ്കമാലി പീച്ചാനിക്കാട് പ്രദേശത്തിന് കഴിഞ്ഞ 1.5 നൂറ്റാണ്ടായി ആത്മീയ പ്രഭ ചൊരിഞ്ഞ് പരിലസിക്കുന്ന ദേവാലയമാണ് സെന്റ് പീറ്റേഴ്സ് കിഴക്കേ പുത്തൻപള്ളി. AD 1876-ലാണ് പള്ളി സ്ഥാപിതമായത്. ശതോത്തര സുവർണ ജൂബിലി നിറവിൽ എത്തി നിൽക്കുമ്പോൾ ദൈവ ചൈതന്യത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും സാമൂഹ്യക്ഷേമത്തിന്റെയും ചരിത്രമാണ് ദേവാലയത്തിന് പറയാനുള്ളത്. പരിശുദ്ധ അന്ത്യോഖ്യ പാത്രിയർക്കീസ് ആയിരുന്ന കാലം ചെയ്ത മോറാൻമോർ ഇഗ്നാത്തിയോസ് പത്രോസ് തൃതീയൻ ബാവയാണ് അടിസ്ഥാന ശില വാഴ്ത്തി അനുഗ്രഹിച്ചത്. 2015-ൽ ഇപ്പോഴത്തെ പാത്രിയർക്കീസ് ഇഗ്നാത്തിയോസ് അഫ്രേം രണ്ടാമൻ ബാവ ഇന്നു കാണുന്ന ദേവാലയത്തിന്റെ വിശുദ്ധ മൂറോൻ കൂദാശ നടത്തി ദിവ്യബലി അർപ്പിച്ചു. ശതോത്തര സുവർണ ജൂബിലി വർഷത്തിൽ വിശ്വാസികൾക്ക് ആത്മീയ വെളിച്ചം പകരുന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും പള്ളി മുൻകൈയെടുക്കുമെന്ന് വികാരി ഫാദർ എൽദോ മാത്യു ചക്കാട്ടിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിച്ചാനിക്കാട് ദേശത്തിന് അനുഗ്രഹമായി പരിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയമാണ് പിച്ചാനിക്കാട് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി കിഴക്കേ പുത്തൻപള്ളി. പരിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ മേഖലയിലുള്ള ഏക ദേവാലയമാണ് നമ്മുടെ ദേവാലയം. 1876-ൽ ഒരു ദനഹാ പെരുന്നാൾ ദിവസത്തിൽ അന്നത്തെ പാത്രിയർക്കീസ് ആയിരുന്ന പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ ആശീർവദിച്ച് നൽകിയ ശില അടിസ്ഥാനമാക്കി ആണ് നമ്മുടെ ഈ ദേവാലയം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 1876 മുതൽ ഈ കാലയളവോളം ഈ ദേശത്തിന് അനുഗ്രഹമായിട്ട് ഇത് നിലകൊള്ളുകയാണ്. ഇപ്പോൾ അതിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ നിറവിൽ എത്തിയിരിക്കുകയാണ്. 150-ാം വാർഷിക പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഈ വരുന്ന 28, 29 തീയതികളിൽ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നതായ ഈ ദിവസങ്ങളിൽ അതിന്റെ ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. 28-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ജൂബിലി പെരുന്നാളിനെ നാടെങ്ങും വിളിച്ചറിയിച്ചുകൊണ്ട് ഒരു വാഹന വിളംബര ജാഥ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ദേവാലയത്തിൽ തന്നെ സമാപിക്കുകയാണ്. ആ ജാഥ ഇവിടെ എത്തിച്ചേരുമ്പോൾ സന്ധ്യാനമസ്കാരം ദേവാലയത്തിൽ മേഖലാ മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ മാത്യൂസ് മോർ അന്തീമോസ് തിരുമനസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയും മേഖലയിലെ വൈദികരെല്ലാം അതിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നു. തുടർന്ന് നടക്കുന്നതായ പൊതുസമ്മേളനത്തിൽ ഈ പ്രദേശത്തിന്റെ MLA ആയിരിക്കുന്ന അങ്കമാലിയുടെ MLA റോജി M. ജോൺ സന്നിഹിതനായിരിക്കും. അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന അഡ്വക്കേറ്റ് ഷിയോ പോൾ സന്നിഹിതനായിരിക്കും. അതുപോലെ തന്നെ അങ്കമാലി LF ആശുപത്രിയുടെ ഡയറക്ടർ, ഈ ഇടവകയിലെ വൈദികർ, ഈ മേഖലയിലുള്ള വൈദികർ, മുൻ വികാരിമാർ തുടങ്ങിയവർ, അതുപോലെ വാർഡ് കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി ഒത്തിരി ആളുകൾ സന്നിഹിതരായിരിക്കും. ഈ യോഗം അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സെന്റ് പീറ്റേഴ്സ് മിഷൻ ചാരിറ്റിയുടെ ഉദ്ഘാടനവും അഭിമന്യ തിരുമേനി നിർവഹിക്കുകയാണ്. തുടർന്ന് ഡയാലിസിസ് രോഗികൾക്ക് കൈത്താങ്ങായിക്കൊണ്ട് 150 ഡയാലിസിസ് രോഗികൾക്ക് സഹായം നൽകുന്ന പദ്ധതിയും ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ യോഗത്തിൽ തന്നെ മറ്റുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നു. ഈ ജൂബിലിയുടെ ലോഗോ പ്രകാശനം ചെയ്യപ്പെടുന്നു. വൃദ്ധർക്കും രോഗികളുമായിട്ടുള്ള ആളുകൾക്ക് നൽകുന്നതായ കൈത്താങ്ങ് ഡയക്കോണിയ എന്ന പേരിൽ സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതായ ആ പ്രവർത്തനവും പള്ളി തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഒത്തിരി പരിപാടികളോടുകൂടെ ഈ ജൂബിലി വർഷം കൊണ്ടാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ചാക്കരപ്പറമ്പ് പീച്ചാനിക്കാട് ചാക്കരപ്പറമ്പ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ട് യൂത്ത് അസോസിയേഷൻ ആരംഭം കുറിച്ചതായ പ്രവർത്തനങ്ങൾ, അവർ തന്നെ നിർവഹിക്കുന്നതായ രക്തദാന ക്യാമ്പ്,
അതുപോലെ തന്നെ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതായ 150 പേർ അടങ്ങുന്നതായ നമ്മുടെ തനത് കലാരൂപമായിട്ടുള്ളതായ മാർഗംകളി, അങ്ങനെ ഒത്തിരിയേറെ കലാപരിപാടികളുമായിട്ട് നമ്മൾ നടത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ്, അതുപോലെ തന്നെ ആദരവുകൾ നടത്തപ്പെടുന്നു. ഇടവകയുടെ പ്രധാന ശുശ്രൂഷകനായിരിക്കുന്ന ശ്യാമുച്ചേട്ടൻ 50 വർഷം ഈ ജൂബിലി വർഷത്തിൽ പൂർത്തീകരിക്കുമ്പോൾ അദ്ദേഹത്തെയും ആദരിക്കുവാനായിട്ട് ഇടവക ഒരുങ്ങുകയാണ്. ഇടവകയുടെ കൈക്കാരന്മാരും കൺവീനർമാരും നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ഭക്തസംഘടനാ പ്രവർത്തകരും പബ്ലിസിറ്റി കൺവീനർമാർ അതുപോലെ വിവിധ പരിപാടികളുടെ കൺവീനർമാർ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനമോടെ നമ്മൾ ഈ പെരുന്നാൾ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ എല്ലാവരെയും ഈ പെരുന്നാളിലേക്ക് വളരെ വിനയത്തോടുകൂടെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധരായ മോർ പത്രോസ് ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും ഓർമ്മ പെരുന്നാൾ ദിനമാണ് ജൂൺ 29. ഈ പുണ്യമുഹൂർത്തത്തിൽ തന്നെ ജൂബിലി വർഷ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് പള്ളി കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. ജൂൺ 28 ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ജൂബിലി ആഘോഷ വാഹന വിളംബര ജാഥ ആരംഭിക്കും. അങ്കമാലി, കറുകുറ്റി, പാറക്കടവ് പ്രദേശങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തും. ദേവാലയത്തിൽ തിരിച്ചെത്തിയ ശേഷം നടക്കുന്ന സന്ധ്യാ നമസ്കാരത്തിന് അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മോർ അന്തീമോസ് മെത്രാപ്പോലീത്ത കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ജൂബിലി സമാരംഭ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അഭിവന്ദ്യ മെത്രാപ്പോലീത്ത നിർവഹിക്കും. പള്ളി വികാരി ഫാദർ എൽദോ മാത്യു ചക്കാട്ടിൽ അധ്യക്ഷനാകും. റോജി എം ജോൺ MLA, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ, ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ തുടങ്ങി ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സെന്റ് പീറ്റേഴ്സ് മിഷൻ ചാരിറ്റി വിതരണം, രോഗബാധിതർക്ക് സഹായം, പ്രതിഭകൾക്ക് ആദരം, ബോധവൽക്കരണ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, നിർധനർക്ക് കൈത്താങ്ങ് തുടങ്ങി ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ ജൂബിലി വർഷത്തിൽ നടത്തുമെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ പള്ളിയുടെ ജൂബിലി പെരുന്നാളോടനുബന്ധിച്ച് ഈ വരുന്ന ശനിയാഴ്ച, അതായത് ജൂൺ 28-ാം തീയതി കൃത്യം 3 മണിക്ക് പള്ളിയിൽ നിന്ന് വാഹന വിളംബര ജാഥ പുറപ്പെടുകയാണ്. പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് പിച്ചാനിക്കാട് താബൂർ പള്ളി ചുറ്റി ചാക്കരപ്പറമ്പ്, അങ്കമാലി സെന്റ് മേരീസ് പള്ളി, NH വഴി എളവൂർക്കവല ചുറ്റി നമ്മൾ പള്ളിയിൽ എത്തിച്ചേരുകയും തുടർന്ന് 6:30 സന്ധ്യാപ്രാർത്ഥന അങ്കമാലി മേഖല മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മോർ അന്തീമോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയും 7 മണിക്ക് പൊതുസമ്മേളനം നടത്തപ്പെടുകയാണ്. ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് ഈ പള്ളിയുടെ എത്രയും ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛനാണ്. ഈ യോഗത്തിൽ വെച്ച് അങ്കമാലി MLA-യും നഗരപിതാവും തുടങ്ങിയ എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കുകയും പള്ളിയുടെ നേതൃത്വത്തിൽ കൊടുക്കപ്പെടുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തപ്പെടുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുകയും ചെയ്യുകയാണ്. ജൂൺ 29 ഞായറാഴ്ചയാണ് പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാൾ. അന്നു രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരത്തിനു ശേഷം നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കും പ്രസംഗത്തിനും വന്ദ്യ ഡോക്ടർ സലീബ റംബാൻ കൊള്ളന്നൂർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച, ആശീർവാദം എന്നിവയും ഉണ്ടാകും. വികാരി ഫാദർ എൽദോ മാത്യു ചക്യാട്ടിൽ, സഹവികാരി ഫാദർ ഏലിയാസ് പോൾ കാവാട്ട് പറവട്ടിൽ, ട്രസ്റ്റിമാരായ PV ജോർജ്, ഏലിയാസ് K ജോൺ, ജനറൽ കൺവീനർ ഷാജൻ വർക്കി, ജോയിന്റ് കൺവീനർ പോൾ കൂരൻ, പബ്ലിസിറ്റി കൺവീനർ PK സാജു, ജോയിന്റ് കൺവീനർ TC ഏലിയാസ് മാസ്റ്റർ, ഷെവലിയാർ ജിബി പോൾ, കമ്മിറ്റി അംഗങ്ങളായ TV സാജു, അജിത് K വർഗീസ്, KC തോമസ്, PP സാമുവൽ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.